എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം കാണിച്ചത് മാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ട്രാവൽ ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലക്നൗവിലുള്ള ഗോമതി നഗറിലെ ജാനേശ്വർ മിശ്ര പാർക്കിലേക്കാണ് പോകുന്നത്. ഞാൻ ജാനേശ്വർ മിശ്ര പാർക്കല്ല വീഡിയോയിൽ എടുത്തിട്ടുള്ളത്, ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ജുറാസിക് പാർക്കാണ് വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. മോൾക്ക് ഭയങ്കര ഡൈനോസറിൻ്റെ ഒരു ആരാധകയാണ്. അപ്പോൾ അത് കാരണത്താൽ തന്നെ ഇത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ അന്ന് മുതൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവരെ എൻഗേജ്ഡ് ആക്കി ഇരുത്താനും അതേമാതിരി ഓരോ ഡൈനോസേഴ്സിനെ കാണുമ്പോൾ അവരുടെ എക്സ്പ്രഷനൊക്കെ നമുക്ക് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തായിരിക്കും ഡൈനോസർ ഉണ്ടായിരിക്കുക മിക്ക സമയത്തും. നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാതെ അത് അവരുടെ സെറ്റിങ്ങിന് നമ്മൾ സമ്മതിക്കണം കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ സൈഡിലൊക്കെ ആയിരിക്കും ഡൈനോസറിനെ അവർ വെച്ചിട്ടുണ്ടാകും. നമ്മൾ ആദ്യമായിട്ടാണ് ഈ പാർക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് എക്സൈറ്റഡ് ആവാനും പേടിക്കാനൊക്കെ ഉള്ള ഒരുപാട് മൊമെൻറ്റുകളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാർക്കാണത്. പിന്നെ ഇതിൽ പലതരം ഡൈനോസേഴ്സിന് നമ്മൾ ആ ഫിലിമിലൊക്കെ കാണുന്ന മാതിരി പലതരത്തിലുള്ള ഡൈനോസേഴ്സിനെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിലാണ് ഇത് കുറച്ചും കൂടി ഈ പാർക്ക് അടിപൊളി ആയിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പകൽ സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുമോ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ അങ്ങനെയൊക്കെ. പക്ഷേ രാത്രിയിലാവുമ്പോൾ ആ ലൈറ്റിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളതിനെ ഒന്ന് പേടിപ്പിക്കുന്നൊരു വിധത്തിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ പോയത് പകലായിപ്പോയി. രാത്രി ഒരു വട്ടം കൂടി പോകണം എന്നാണ് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഇവിടെ കുറേ ഫോട്ടോ എടുക്കാനുള്ള കുറേ അറേഞ്ച്മെൻറ്റൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഇതിൻ്റെ ഡൈനോസറിൻ്റെ മുട്ടേൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള കുറച്ച് സെറ്റിങ്ങുകളൊക്കെ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നന്നായി തോന്നി. പിന്നെ അതുമാതിരി ഈ ഡൈനോസേഴ്സിൻ്റെ ഗുഹ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് രാത്രിയിലായിരിക്കും നമുക്ക് ഒന്നും കൂടി കാണാൻ അടിപൊളിയായിട്ടിരിക്കുക. പിന്നെ ഇവിടെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. പിന്നെ കുറേ ആൾക്കാർ ഒച്ചമുളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പേടിച്ചിട്ടൊക്കെ ഡൈനോസേഴ്സിനെ ചില സൈഡിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ കാണുമ്പോൾ. പിന്നെ എനിക്ക് ഈ പാർക്കിൽ ഇഷ്ടപ്പെട്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജുറാസിക് പാർക്ക് മൂവിയിൽ കാണുന്നത് മാതിരിയുള്ള പലതരം ഡൈനോസേഴ്സിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതും കൂടുതലും മോഷൻ ഉള്ള ഡൈനോസേഴ്സാണ്. അപ്പോൾ അത് കാരണത്താൽ തന്നെ കുട്ടികൾക്ക് ഫസ്റ്റ് കാണുമ്പോൾ അമ്മ ഇത് ഒറിജിനൽ ആണോ എന്നുള്ളൊരു തോന്നൽ വരും. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ ലക്നൗവിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കുട്ടികളെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കാരണം അവർക്ക് ഇത് നന്നായിട്ട് എൻഗേജ്ഡ് ആക്കും. അതേമാതിരി അവർക്ക് നല്ല ഇഷ്ടമാവും. കാരണം ഓൾറെഡി ഡൈനോസേഴ്സൊന്നും എക്സിസ്റ്റഡ് അല്ലല്ലോ ഈ ലോകത്ത്. പക്ഷെ അവർക്ക് അത് ഒറിജിനൽ ആണെന്ന് തോന്നിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഹൈലൈറ്റിങ് സാധനമൊക്കെ ഉണ്ട് ഈ പാർക്കിൽ. അത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പല ഡൈനോസേഴ്സും ലൈറ്റും സൗണ്ട് അതേമാതിരി മോഷനുള്ള റോബോട്ടിക് ഡൈനോസേഴ്സാണ്. അപ്പോൾ അത് കാരണത്താൽ തന്നെ അത് നല്ല ഹൈ കറണ്ട് ഉണ്ട്. അപ്പോൾ അത് കാരണം ഡൈനോസേഴ്സിനെ തുടരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ഈ പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് ടൈമിങ് സാറ്റർഡേ സൺഡേകളിൽ. ബാക്കി ദിവസങ്ങളിലൊക്കെ 10 മുതൽക്ക് വൈകുന്നേരം 9 വരെയാണ് ടൈമിങ്. പിന്നെ ഏറ്റവും ബെസ്റ്റ് ടൈമിംഗ് എന്ന് അവർ പറയുന്നത് തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ് കറക്റ്റ് ടൈമിംഗ് എന്നാണ് അവർ പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ഇരുട്ടാവുമ്പോൾ നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. അത് കാരണമാണ് അവർ ആ ടൈമിംഗ് വെച്ച് പറയുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഈ ജാനേശ്വർ മിശ്ര പാർക്ക് എന്ന് പറഞ്ഞാൽ 376 ഏക്കറിലാണ് കിടക്കുന്നത്. അത്രയും വലിയ പാർക്കിൻ്റെ ഉള്ളിലാണ് ഈ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞാൽ ഈ പാർക്ക് ഇരിക്കുന്നത്. ഇതന്നെ അത്യാവശ്യം നമുക്ക് നടന്ന് കാണാനുള്ളതുണ്ട്. പിന്നെ അതേമാതിരി തന്നെ നമ്മൾ നടന്ന് കുഴങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ ജ്യൂസ് ഐറ്റംസൊക്കെ കഴിക്കാം. പിന്നെ ഈ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്ഥലത്ത് തന്നെ നമുക്കൊരു ചെറിയ ഫുഡ് കോർട്ട് പോലത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതേമാതിരി തന്നെ ഈ ജാനേശ്വർ മിശ്ര പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ പാർക്കാണ്. ആ പാർക്കിൽ നമുക്ക്
സൈക്ലിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ബോട്ടിങ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പാർക്കാണ്. അത്യാവശ്യം നല്ല പാർക്കാണ്. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു പാർക്കാണ്. പിന്നെ ഈ ജുറാസിക് പാർക്കിലേക്കുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയവർക്ക് 120 രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ്. ചെറിയ കുട്ടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 90 രൂപയാണ് അവർ ടിക്കറ്റായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ടിക്കറ്റ് റേറ്റിനനുസരിച്ചിട്ട് അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. കാരണം കുട്ടികൾക്കാണ് കൂടുതലായിട്ട് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ തൊട്ട് ഈ ഡൈനോസേഴ്സിൻ്റെ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്ക്, ചെറിയൊരു പാർക്ക് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അതും ഉണ്ട് ഇവിടെ. പിന്നെ ജാനേശ്വർ മിശ്ര പാർക്കിലേക്കാണെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് എൻട്രി ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 രൂപയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് ഈ ജുറാസിക് പാർക്ക്. അപ്പോൾ ജുറാസിക് പാർക്കിലേക്ക് സെപ്പറേറ്റ് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ജാനേശ്വർ പാർക്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണാനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ജുറാസിക് പാർക്കിലും തന്നെ അത്യാവശ്യം നടന്ന് കാണാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഈ ഡൈനോസറിനെയൊക്കെ കാണുമ്പോൾ പല കുട്ടികളും പേടിച്ച് കരയണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ പലതും നല്ല അടിപൊളിയായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ആ ജുറാസിക് പാർക്ക് മൂവി കണ്ട ആൾക്കാർക്ക് കുറച്ചും കൂടി ഇത് റിലേറ്റഡ് ആവും. കണ്ടോ, ഈ കുട്ടിയൊക്കെ നല്ല കരച്ചിലാണ്. അതേപോലെ മോള് കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് നിന്നിരുന്നത് ഇത് കണ്ടിട്ട് ചില സമയങ്ങളിലൊക്കെ കേട്ടോ. പിന്നെ അതുമാതിരി ഈ വേസ്റ്റുകളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു ട്രീ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫുൾ മെറ്റാലിക് വേസ്റ്റ്, ഗ്യാസും കുറ്റി, അതേപോലെ ബൈക്കിൻ്റെ പല ടാങ്കുകളും പല സാധനങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഒരു ട്രീ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫുൾ മെറ്റാലിക്കാണ്. കാണാൻ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നുന്ന തരത്തിലുള്ള രീതിയിലാണ് പാർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേമാതിരി ഇനി ഉള്ളതാണ് ഈ പാർക്കിലെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇവരെല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കാണാൻ വേണ്ടി നിൽക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വരുന്നതാണ് നമ്മളെ ഹൈലൈറ്റ് ഡൈനോസർ. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആളാണ്. ഇതെനിക്ക് അറിയാം, എന്നിട്ട് പോലും ഞാൻ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ നേരത്തെ അത് ഫസ്റ്റ് ടൈം എൻ്റെ അടുത്തേക്ക് വന്നത്. ഞാൻ പേടിച്ചിൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ ആകെ ഷെയ്ക്കായിപ്പോയി. ഞാൻ ശരിക്കും അത് വീഡിയോ ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ അത് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മളെല്ലാവരും പേടിക്കുക, എല്ലാവരും ഓടി. അത് എല്ലാവരും അടുത്തേക്കും ഇങ്ങനെ റിയൽ ഡൈനോസറിനെ മാതിരി വരുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് സംഭവം കാണാൻ. ഞാൻ കണ്ടിട്ട് ഞാൻ എൻ്റെ മോളടുത്തേക്ക് ഇതിങ്ങനെ വന്നിട്ട് ഓൾ പേടിച്ച് ഓടി. ഓളെ ഷൂട്ട് ചെയ്യാൻ പോലും പറ്റിയില്ല ഡൈനോസറിനെ കണ്ട് പേടിച്ച് ഓടിയിട്ട്. പല കുട്ടികളും കരച്ചിലും ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഈ വരവൊക്കെ കണ്ടിട്ട്. ഇതാണ് ഈ പാർക്കിലെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ളത്. കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡൈനോസറെ വേഷം കെട്ടണ ആൾ വന്നിട്ട് ഇങ്ങനെ ഒരു ഷോ പോലെ ഈ ഡൈനോസറായിട്ട് വന്ന് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് അത് പോവുകയാണ് ചെയ്യുക. ഇതൊക്കെ അറിഞ്ഞാൽ പോലും നമ്മൾ പെട്ടെന്ന് അതങ്ങോട്ട് സഡനായിട്ട് നമ്മളെ അടുത്തേക്ക് തിരിയുമ്പോൾ നമ്മൾ ശരിക്കും പേടിക്കും. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ സംഭവം. എന്നിട്ട് എല്ലാവരും കളിയൊക്കെയായിരുന്നു, ഹസ്ബൻഡും അച്ഛനും എല്ലാവരും കളിയൊക്കെയായിരുന്നു. എന്ത് പണിയാണ്, എനിക്ക് അറിയണല്ലേ, എന്നിട്ട് ഈ എന്തിനാ പേടിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് അത് കഴിഞ്ഞതിന് ശേഷം ആ ഡൈനോസറിനെ ആ വേഷം കെട്ടുന്ന ആൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവും. പിന്നെ കൂടുതൽ ആൾക്കാർ എപ്പോഴാണോ വരിക അപ്പോഴാണ് അടുത്ത തവണ പിന്നെ ഈ ഡൈനോസറിൻ്റെ ഷോ നടക്കുക. അതൊരു ഷോ അല്ല, റിയലിസ്റ്റിക് ആയി നമുക്ക് തോന്നിപ്പോവും. ഈ പാർക്കിൽ വന്നിട്ട് ഏറ്റവും വർത്തായിട്ട് തോന്നിയത് ഈ ഡൈനോസറിൻ്റെ ആ ഒരു ഷോയാണ്. ഞാൻ ശരിക്കും പേടിച്ചു. കാരണം അത്ര അടിപൊളിയാണത്. നിങ്ങൾ ഒരു വട്ടം വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. പിന്നെ ഇത് രാത്രിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അടിപൊളിയാവും. പേടിച്ച് അങ്ങ് ഇല്ലാതെയായി പോവും. പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുമാതിരി ഒരു ഡൈനോസർ ഉണ്ട്. അതും മൂവബിളാണ്. പക്ഷേ ഇതിന് മുന്നത്തെ കണ്ടിട്ട് നമുക്ക് ഇതൊന്നും ഒന്നുമല്ല എന്ന് തോന്നിപ്പോവും. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രാവലിംഗ് വ്ളോഗ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ അടിപൊളി സ്ഥലത്തേക്ക് നമുക്ക് ഇനിയും പോവാം. അതേപോലെ അടിപൊളി വീഡിയോസ് ഇനിയും ചെയ്യാം കേട്ടോ. നിങ്ങളെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ഇടാനുള്ള ഒരു എനർജി കിട്ടുക.
അതേപോലെ ഇത് പാർക്കിൻ്റെ പുറത്തുള്ള ഒരു സംഭവമാണ്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൈനോസർ റൈഡ് എന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ ഹെഡ് മാത്രമേ മൂവബിൾ ആയിട്ടുള്ളൂ കേട്ടോ. റൈഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡൈനോസർ നടന്നു പോകുന്നൊന്നും കരുതരുത്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.